ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹര ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. അയോധ്യയിലെ രാജാവായിട്ടുള്ള ദശരഥ മഹാരാജാവിന് കുട്ടികളില്ല എന്നൊരു സങ്കടമുണ്ടായപ്പോൾ ഗുരുവായിട്ടുള്ള വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഖനെ വരുത്തലും പുത്രകാമേഷ്ടി യാഗം ചെയ്യലും അതിൽ നിന്ന് അഗ്നിദേവൻ പ്രസാദമായിട്ടുള്ള ആ പായസം മഹാരാജാവിൻ്റെ കയ്യിൽ കൊടുത്ത് ആ പത്നിമാർക്ക് അത് കൊടുക്കൂ, ഇത് കഴിച്ചാൽ അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവും എന്നുള്ള അഗ്നിദേവന്റെ ആ ഒരു അരുളപ്പാട് കേട്ട് മഹാരാജാവ് പത്നിമാർക്ക് പായസം കൊടുക്കുകയും അങ്ങനെ ആ പത്നിമാരെല്ലാവരും ഗർഭവതികളാവുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ഇന്ന് നമുക്ക് തുടങ്ങാനുള്ളത് ശ്രീരാമാവതാരാണ്. അങ്ങനെ ആ പത്നിമാര് മൂന്നാളും, കൗസല്യയും കൈകേയിയും സുമിത്രയും, അവര് മൂന്നാളും പൂർണ്ണ ഗർഭവതികളായി. കൗസല്യ നവമി തിഥിയോട് കൂടിയിട്ടുള്ള പുണർദം നക്ഷത്രത്തില് പരമാത്മാവായിട്ടുള്ള ഭഗവാനെ പുത്രനായി ജന്മം കൊടുത്തു. അങ്ങനെ കൗസല്യയുടെ പുത്രനായിട്ട് ജന്മം കൊണ്ട ആ ഉണ്ണി 4 തൃക്കൈകളോട് കൂടിയിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടാണ് ആ അമ്മയ്ക്ക് ദർശനം കൊടുത്തത്. ഭാഗവതത്തിലാണെങ്കിൽ കൃഷ്ണാവതാര സമയത്ത് ആദ്യം അച്ഛനാണ് ദർശനം കൊടുക്കുന്നത്, വസുദേവ ഐക്ഷ്യത എന്നാണ് പറയണത്. എന്നാൽ ഇവിടെ ശ്രീരാമാവതാരത്തില് അമ്മയ്ക്കാണ് ദർശനം കൊടുക്കുന്നത് ഭഗവാൻ. അങ്ങനെ ആ ഉണ്ണിയെ കണ്ടപ്പോ എല്ലാവരും, ഇന്ദ്രാദി ദേവന്മാരും എല്ലാവരും ആ അമ്മയുടെ മുന്നിലേക്ക് വന്ന് ഭഗവാനെ നമസ്കരിച്ചു. കാരണം അത്രയും അഴകോട് കൂടിയിട്ടുള്ള ഒരു സുന്ദര രൂപം ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ദേവന്മാരും ഋഷീശ്വരന്മാരും എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ ഒരു അമ്മയല്ലേ, ആ അമ്മയുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടാവൂലോ. വേഗം ഭഗവാനെ കണ്ടിട്ട് ആ അമ്മ സ്തുതിക്കുകയാണ് ഉണ്ണിയെ. പരബ്രഹ്മസ്വരൂപമായി കണ്ടുകൊണ്ട് തന്നെയാണ് അമ്മ സ്തുതിക്കണത്. ഭഗവാനെ, അങ്ങ് ശംഖചക്രഗദാധാരിയായിട്ട് വന്നിട്ട് എനിക്ക് മുമ്പിൽ ദർശനം തന്നു. അവിടത്തേക്ക് കോടി കോടി നമസ്കാരം. ഈ അങ്ങ് മായാദേവിയെ കൊണ്ട് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നുണ്ട്. സത്വാദി ഗുണങ്ങളെ ആശ്രയിച്ച് അങ്ങ് എന്തിനിതൊക്കെ ചെയ്യുന്നു എന്നത് സത്യം പറഞ്ഞാൽ ജ്ഞാനികൾക്ക് പോലും നിശ്ചല്യ. അവർക്ക് പോലും അറിയാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് അത്. അങ്ങ് പരമാത്മാവാണ്, അങ്ങ് അനന്തനാണ്, അവ്യക്തനാണ്, അവ്യയനാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ
എന്നാൽ ഒരു ഗുണവും ഇല്ലാത്തവനുമാണ്. സനകാദി ബ്രഹ്മർഷിമാരാൽ സേവിക്കപ്പെടുന്ന അങ്ങ് മഹാവിഷ്ണു തന്നെയാണ്, എനിക്ക് സംശയമില്ല. ഈ സകല ബ്രഹ്മാണ്ടങ്ങളും അങ്ങയുടെ ഉദരത്തിലാണ് കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് ഭഗവാനെ എൻ്റെ ഉദരത്തിൽ വന്ന് പിറന്നത്? ഒരമ്മയുടെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണത്, അല്ലേ? എന്തിനാണ് എൻ്റെ ഉദരത്തിൽ വന്ന് പിറന്നത്? അങ്ങയുടെ ഭക്തവാത്സല്യം എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഈ ഭർത്താവ്, പുത്രൻ, സമ്പത്ത്, അങ്ങനെയുള്ള ഈ ലൗകിക സുഖങ്ങളോട് കൂടിയിട്ട് ഉള്ള സമുദ്രത്തില് മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ഈ മഹാമായയുടെ പ്രഭാവം കൊണ്ട് ഇന്ന് അങ്ങയുടെ പാദകമലങ്ങൾ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് തന്നു അങ്ങ്. ഇപ്പോ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ള ഈ ഒരു രൂപം എൻ്റെ പാപങ്ങൾ ഒടുങ്ങാനായിട്ട് എപ്പോഴും എൻ്റെ ഉൾക്കണ്ണില് കാണിച്ചു തരണേ ഭഗവാനെ. കാരണം ഞാൻ മായയിൽപ്പെട്ട് ഉഴലുന്നവളാണ്. ഈ മായ എന്നിൽ നിന്ന് അകന്നാൽ മാത്രമേ എനിക്കിത് കാണാൻ സാധിക്കുള്ളൂ. ഇപ്പൊ എനിക്കത് അകന്നിട്ടുണ്ട്. അത് എപ്പോഴും എനിക്ക് ഉണ്ടാക്കി തരണേ. അങ്ങയുടെ ഈ പാദകമലങ്ങള് എപ്പോഴും എൻ്റെ ഉള്ളില് കാണാറാക്കി തരണേ ഭഗവാനെ. ഈ മോഹിപ്പിക്കുന്നതായിട്ടുള്ള, ലോകത്തെമ്പാടും മോഹിപ്പിക്കുന്നതായിട്ടുള്ള ഈ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ. അങ്ങയുടെ ഈ വിഷ്ണു രൂപം ഞാൻ കണ്ടു, എനിക്ക് ദർശനം തന്നു അങ്ങ്. അത്രയ്ക്കും സന്തോഷമുണ്ട്. പക്ഷേ ഈ ഒരു രൂപം വേറെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് അങ്ങത് മറയ്ക്കണം. എനിക്ക് ഒന്ന് എടുക്കാനും, ഒന്ന് ആലിംഗനം ചെയ്യാനും, ഒന്ന് ഉമ്മ വയ്ക്കാനും, എനിക്ക് പാലൂട്ടാനും ലാളിക്കാനും ഉള്ള ആ ഒരു ബാലരൂപത്തിനെയാണ് വേണ്ടത് ഭഗവാനെ. അങ്ങ് ബാലരൂപമായിട്ട് എനിക്ക് കാട്ടിത്തരണേ. ഈ പുത്രവാത്സല്യം എന്ന വ്യാജേന അങ്ങയുടെ നേർക്കുള്ള ഭക്തി കൊണ്ട് ഈ ദുഃഖമയമായിട്ടുള്ള ഈ സംസാര സാഗരം താണ്ടാൻ എനിക്ക് സൗകര്യമുണ്ടാക്കി തരണേ. കാരണം അങ്ങയെ വാത്സല്യപൂർവം എടുക്കാനും ഉമ്മ വയ്ക്കാനും അവിടത്തേക്ക് സേവ ചെയ്യാനും ഉള്ള അവസരം തന്നിട്ട് എൻ്റെ പാപങ്ങളെയെല്ലാം ഒടുക്കി അങ്ങെനിക്ക് ഈ സംസാര സാഗരത്തിലെ അക്കരെ കടക്കാൻ അവിടുന്ന് അനുവദിക്കണേ, അനുഗ്രഹിക്കണേ. ഇങ്ങനെയൊക്കെയുള്ള കൗസല്യാദേവിയുടെ ആ ഒരു സ്തുതി കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, അമ്മേ, അമ്മയുടെ എല്ലാ ആഗ്രഹവും സാധിക്കും. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അഹങ്കാരികളായിട്ടുള്ള രാവണാദികളെ വധിക്കാൻ വേണ്ടിയിട്ട്, ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ശ്രീപരമേശ്വരൻ മുതലായിട്ടുള്ള ദേവന്മാര് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞാന് അവിടുത്തെ മകനായിട്ട് ഇവിടെ അവതരിച്ചിട്ടുള്ളത്. ഇതിനു മുന്നേയുള്ള ജന്മത്തില് നിങ്ങൾ വളരെ കാലം എന്നെ ഉപാസിക്കേണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങളുടെ പുത്രനായി പിറക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദിവ്യമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് കാട്ടിത്തന്നത്. അമ്മേ, എന്നെ
കാണാൻ കിട്ടുക എന്നുള്ളത് തന്നെ വളരെ അപൂർവമാണ്. അതങ്ങനെ എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. അങ്ങനെ ഒരിക്കൽ കാണാൻ സാധിച്ചാൽ ആ ഒരു ജീവന് മോക്ഷമാണ്. അവർക്ക് പിന്നെ ജനന മരണാദികള് ഉണ്ടാവില്ല. ഈ രൂപം നിത്യവും ധ്യാനിച്ച് ഇരുന്നാൽ മോക്ഷം ലഭിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല അമ്മേ. പിന്നെ നാം തമ്മിലുണ്ടായിട്ടുള്ള ഈ ഒരു സംഭാഷണം ഉണ്ടല്ലോ, ഇത് ഭക്തിപൂർവം ആര് വായിക്കേ കേൾക്കേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, സ്മരിക്കുകയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മരണവേളയില് അവർക്ക് എന്നെ സ്മരിക്കാൻ സാധിക്കും. മരണാനന്തരം അവര് സാരൂപ്യപ്രാപ്തിയാണ് നേടുക. ഇങ്ങനെയും പറഞ്ഞിട്ട് ഭഗവാൻ ഒരു കുഞ്ഞു ഉണ്ണിയായിട്ട് ആ കൗസല്യ മാതാവിൻ്റെ അടുത്ത് കിടന്നു. കൈകാലുകൾ ഇട്ടടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ആ നല്ല ഭംഗിയുള്ള ഇന്ദ്രനീലം പോലുള്ള ഉണ്ണിയെ കണ്ടിട്ട് ദേവന്മാർക്ക് പോലും അത്രയ്ക്കും ഇഷ്ടായി എന്നാ പറയണേ. ഈ പുത്രനുണ്ടായി എന്നുള്ള വിവരം കേട്ടോടുകൂടി ദശരഥൻ ഓടി വന്നു. മഹാരാജാവ് പുത്രന്റെ ജന്മവാർത്ത അറിയിക്കാൻ എത്തിയിട്ടുള്ള ഭൃത്യന്മാർക്കെല്ലാം വേണ്ട സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹം വേഗം മകന്റെ ആ ഒരു മുഖം കാണാനായിട്ട് ഓടി വന്ന് ഗുരുവിന്റെ നിർദ്ദേശത്തോട് കൂടിയിട്ട് ജാതകർമ്മം പോലുള്ള ആ കർമ്മങ്ങളെല്ലാം ചെയ്തു. അടുത്ത ദിവസം കൈകേയി പ്രസവിച്ചു, ഒരു ഉണ്ണി ഉണ്ടായി. അതിന്റെ പിന്നത്തെ ദിവസം സുമിത്ര പ്രസവിച്ച് 2 ഉണ്ണികൾ ഉണ്ടായി. ഇവിടെ ആ ഉണ്ണികൾക്ക് നാമകരണം ചെയ്തു. നാമകരണം ചെയ്തപ്പോ വസിഷ്ഠ മഹർഷി എന്ത് നാമമാണ് ഈ ഉണ്ണിക്ക് ഇടണ്ടേ? ആദ്യത്തെ ഉണ്ണിയായിട്ടുള്ള കൗസല്യാപുത്രനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, എല്ലാവരെയും രമിപ്പിക്കുന്നവനാണ് ഇവൻ, പ്രപഞ്ചം മുഴുവൻ രമിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ഇവന് രാമൻ എന്ന് പേരിടാം. രണ്ടാമത് കൈകേയി പുത്രനായിട്ടുള്ള ഭരതനെ കയ്യിലെടുത്തു. ആ ഉണ്ണിയെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഈ ഉണ്ണി ഭരണകാര്യങ്ങളിൽ നിപുണനാണ്, അതുകൊണ്ട് ഭരതൻ എന്നറിയപ്പെടും. എല്ലാ ലക്ഷണങ്ങളോടും കൂടിയിട്ടുള്ളവനായതുകൊണ്ട് സുമിത്ര തനയനെ ലക്ഷ്മണൻ എന്ന് അറിയപ്പെടും. ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിക്കാൻ ഉള്ള ഒരു പാടവമുള്ളത് കൊണ്ട് മറ്റേ ഉണ്ണിക്ക് ശത്രുഘ്നൻ എന്നും പേര് വിളിച്ചു. അങ്ങനെ 4 ഉണ്ണികൾക്കും പേരിട്ടു. ആ ഉണ്ണികള് വലുതായി തുടങ്ങി. രാമായണത്തില് ബാലലീലയ്ക്ക് വലിയ പ്രാധാന്യം പറയണില്ല. ബാലലീലയേക്കാൾ അധികം പറയുന്നത് വനലീലയ്ക്കാണ് കൂടുതൽ. വനവാസകാലത്തിനെ പറ്റി പറയാനാണ് രാമായണം കൂടുതലും പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. ഭാഗവതത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. കൃഷ്ണാവതാരത്തിലെ ബാലലീലയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. ഇവിടെ ബാലലീലയും ആ കുട്ടിക്കാലവും ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അങ്ങനെ ആ ബാലന്മാര് ആ കുട്ടിയോള് 4 ആളും കൂടിയിട്ട് ഒരുമിച്ച് കളിച്ച് വളർന്നു. എല്ലാവർക്കും സന്തോഷം കൊടുത്തുകൊണ്ട് രാജാവിനായാലും അച്ഛനായാലും അമ്മമാർക്കായാലും കൊട്ടാരത്തിലെ ഏവർക്കും ആയാലും പ്രജകൾക്കായാലും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് വളരെ ആനന്ദമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരുന്നു ഓരോ ദിവസവും. ഈ കുട്ടികൾ വളർന്നു വന്നതോട് കൂടിയിട്ട് വസിഷ്ഠ മഹർഷി അവർക്ക് വിധിപ്രകാരം ഉപനയനം പോലുള്ള ആ കർമ്മങ്ങളെ ചെയ്തു കൊടുത്തു. അവർക്ക് വേണ്ട ഛന്ദസ്, ജ്യോതിഷം എന്നിവയുള്ള ഉപാംഗങ്ങളായിട്ടുള്ള ധർമ്മശാസ്ത്രം, മീമാംസ മുതലായുള്ള നൈപുണ്യവും നേടിക്കൊടുത്തു. വസിഷ്ഠ മഹർഷി ഒരു വേള ചിന്തിച്ചു, സകല ചരാചരങ്ങൾക്കും ഗുരുവായിട്ടുള്ള
ഭഗവാന്റെ ഗുരുപദവി നേടാൻ കഴിഞ്ഞ ഞാൻ എത്ര ഭാഗ്യവാനാണ്. ധനുർവേദത്തിലും പുത്രന്മാർ അസാധാരണമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ചു തുടങ്ങി. ദശരഥ മഹാരാജാവിന് സന്തോഷായി. അവരെ കുറച്ചുകൂടി വലുതായതോട് കൂടിയിട്ട് മൃഗയാ വിനോദത്തിനായിട്ട് കാട്ടിലേക്ക് പോവും. രാമനും ലക്ഷ്മണനും കൂടിയിട്ട് പോയി ചില മൃഗങ്ങളെയെല്ലാം അമ്പെയ്തി വീഴ്ത്തി കൊണ്ടുവന്ന് അച്ഛൻ്റെ കാൽക്കൽ വെച്ചു കൊടുക്കും. അങ്ങനെ അവരുടേതായിട്ടുള്ള ആ തങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള തങ്ങൾക്കറിയാവുന്ന വിദ്യകളെ ഓരോന്നായിട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതെല്ലാം കഴിഞ്ഞ് ദിവസവും രാവിലെ ഈ ശ്രീരാമനും ഒരു ചിട്ടയുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് വന്ന് സന്ധ്യാവന്തനമൊക്കെ ചെയ്യും. എന്നിട്ട് അച്ഛനമ്മമാരെയൊക്കെ നമസ്കരിക്കും, ഗുരുനാഥനെ നമസ്കരിക്കും. ഇതൊക്കെ അനുജന്മാരെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് ചെയ്യുക. അതിനുശേഷം ഈ നഗരവാസികളുടെയൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അവർക്ക് വേണ്ട സംരക്ഷണം ഉറപ്പാക്കി കൊടുക്കും. എല്ലാം നടത്തി കൊടുത്തിരുന്നു. ഈ പ്രജകളെ മാത്രമല്ല, ബന്ധുജനങ്ങളോടും ഗുരുക്കന്മാരോടും ഒക്കെ ഒരുമിച്ചിരുന്ന് എല്ലാ ധർമ്മശാസ്ത്രാദികളിലും പുരാണേതിഹാസങ്ങളും ശ്രവിച്ച് ആ പരബ്രഹ്മത്തിൽ മുഴുകിയ മനസ്സോടെ ശ്രീരാമദേവൻ നാളുകൾ കഴിച്ചു പോന്നു. പരമപുരുഷനായിട്ടുള്ള പരബ്രഹ്മസ്വരൂപൻ ഇങ്ങനെ രാജോചിതമായിട്ടുള്ള കർമ്മങ്ങളിൽ മുഴുകി ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ, യാഥാർത്ഥ്യം ആലോചിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം നിഷ്ക്രിയനാണ്, നിർവികാരനായിട്ടുള്ള ഒരു പരമാത്മാവ്. ഒന്നും തന്നെ ചെയ്യുന്നില്ല. എല്ലാം അവിടുത്തെ മായ മാത്രമാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഒരു ദിവസം രാജധാനിയിലേക്ക് വിശ്വാമിത്ര മഹർഷി വന്നു. വിശ്വാമിത്ര മഹർഷി വന്നത് ഈ ഭൂമിയിൽ ശ്രീരാമനായിട്ട് പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് എന്ന് കേട്ട് ഒന്ന് കണ്ട് നമസ്കരിക്കാനായിട്ടാണ് വന്നത്. ഈ അതിഥിയായി വന്നിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയെ മഹാരാജാവ് ഗുരുവായിട്ടുള്ള വസിഷ്ഠരോടൊന്നിച്ച് ചെന്ന് വേണ്ടപൂർവം സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു. ചെയ്യേണ്ടതായിട്ടുള്ള മര്യാദകളെയെല്ലാം ചെയ്തു കഴിഞ്ഞ് മഹാരാജാവ് ചോദിച്ചു, മഹർഷേ, അങ്ങയെപ്പോലുള്ളവരൊക്കെ ഇവിടെ വരികയെന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമാണ്. ഞങ്ങളുടെ ഭാഗ്യമാണത്. എന്താ ഞാൻ അങ്ങേക്ക് ചെയ്തു തരേണ്ടതുള്ളത്? എന്താച്ചാ പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാം. ഇത് കേട്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷായി. അദ്ദേഹം പറയാണ്, ഞാന് എല്ലാ അമാവാസി ദിവസവും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഹോമം നടത്താറുണ്ട്. ആ സമയത്ത് മാരീചൻ, സുബാഹു എന്ന് പേരുള്ള 2 രാക്ഷസന്മാര് അവരുടെ കിങ്കരന്മാരോടൊപ്പം വന്നിട്ട് ഈ ഹോമത്തിന് തടസ്സമുണ്ടാക്കുകയാണ്. രാജാവേ, ആ രാക്ഷസന്മാരെ വധിച്ചിട്ട് ഈ യാഗരക്ഷയ്ക്കായിട്ട് ശ്രീരാമനെ എന്നോടൊപ്പം അയക്കണം. വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചിട്ട് ലക്ഷ്മണനെയും കൂടി എൻ്റെ കൂടെ അയക്കണം. ഇത് കേട്ട് ദശരഥ മഹാരാജാവ് ഒന്ന് പേടിച്ചു. അദ്ദേഹത്തിന് സങ്കടായി. എന്നാൽ വിശ്വാമിത്ര മഹർഷിയോടൊന്നും പറയാനുള്ള ധൈര്യവും ഇല്ല. കാരണം ശപിച്ചു കളയും. എല്ലാം എന്ത് വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞാൽ മഹർഷി എങ്ങനെയാ പെരുമാറുക എന്ന് അറിയില്ല. വേഗം വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു, എന്താ വേണ്ടേ ഗുരുനാഥ? രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് ഒരു നിമിഷം പോലും രാമനെ വിട്ടിട്ട് പറ്റില്ല. രാമനെ കാണാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. എത്ര കാലം ആറ്റുനോറ്റുണ്ടായിട്ടുള്ളൊരു ഉണ്ണിയ രാമൻ. ആ രാമൻ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാ കഴിയുക? ഇനിയിപ്പോ വിശ്വാമിത്ര മഹർഷിയോട് എന്താ ഞാൻ പറയാ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. അങ്ങനെ കേട്ടപ്പോ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് എല്ലാവരോടൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല, എല്ലാവർക്കും അറിയൂല. ദേവന്മാർക്ക് പോലും വളരെ ഗോപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും അങ്ങേക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഈ രാമൻ ഒരു സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം സാക്ഷാൽ മഹാവിഷ്ണുവാണ്. പരബ്രഹ്മ സ്വരൂപിയാണ് അദ്ദേഹം. ബ്രഹ്മാവിന്റെ പ്രാർത്ഥന കൊണ്ട് ഈ ഭൂമിയുടെ ഭാരം തീർക്കാനായി സാക്ഷാൽ വൈകുണ്ഠനാഥനായിട്ടുള്ള നാരായണൻ കൗസല്യയില് നിന്റെ പുത്രനായിട്ട് വന്ന് ജനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനുമുണ്ട് ഒരു കഥ. നിങ്ങൾ പൂർവജന്മത്തില് കശ്യപ പ്രജാപതിയും അതിഥിയുമായിരുന്നു. അന്ന് നിങ്ങള് സന്താനലബ്ധിക്കായിട്ട് ഒരുപാട് കാലം തപസ് ചെയ്തിട്ടുണ്ട് മഹാവിഷ്ണുവിനെ. ആ തപസ്സിന്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ നിങ്ങൾ ചോദിച്ചത്, അങ്ങ് തന്നെ ഞങ്ങളുടെ പുത്രനായിട്ട് ജനിക്കണേ, ഞങ്ങൾക്ക് പുത്രനായിട്ട് അങ്ങ് തന്നെ വരണേ. ഈ ഒരു വരമാണ് ചോദിച്ചത്. ആ വരത്തിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തില് രാമനായിട്ട് നിങ്ങൾക്ക് ഈ മഹാവിഷ്ണു തന്നെ, ഭഗവാൻ തന്നെ മകനായി പിറന്നിട്ടുള്ളത്. അതുകൊണ്ട് ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ആരാ? സാക്ഷാൽ അനന്തനാണ്. ശത്രുഘ്നനും ഭരതനും ആരാ? ശംഖചക്രങ്ങളാണ്. അതുകൊണ്ട് അങ്ങ് പേടിക്കൊന്നും വേണ്ട. ഇനി മറ്റൊന്നുകൂടി പറയാം. മിഥിലയില് യാഗാരംഭത്തിന്റെ വേളയില് യോഗമായാദേവി അയോനിജയായിട്ട് അവിടെ അവതരിച്ചിട്ടുണ്ട്. ഈ രാമനെയും ഈ യോഗമായാദേവിയെയും കൂടി കൂട്ടിച്ചേർക്കാനായിട്ടാണ് വിശ്വാമിത്ര മഹർഷി ഇവരെ ഇപ്പോ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടോളൂ. ഇതൊക്കെ കേട്ടതോടുകൂടി ദശരഥ മഹാരാജാവിന് സന്തോഷായി. രാമലക്ഷ്മണന്മാരെ അടുത്തേക്ക് വിളിച്ചു, സന്തോഷപൂർവം ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ചെല്ലു, മഹർഷിക്ക് വേണ്ട എന്താണോ അദ്ദേഹം പറയണത് അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് വരൂ കേട്ടോ എന്നും പറഞ്ഞ് കുട്ടികളെ അനുഗ്രഹിച്ചു. കുട്ടികളെ അമ്മമാരെ നമസ്കരിച്ചു, ഗുരുനാഥനെ നമസ്കരിച്ച് അമ്പും വില്ലും വേണ്ട ആയുധങ്ങളെല്ലാം കയ്യിലെടുത്തുകൊണ്ട് വിശ്വാമിത്ര മഹർഷിയോട് കൂടിയിട്ട് കാട്ടിലേക്ക് യാത്രയായി. കുറേ നാടുകളൊക്കെ കടന്ന് മെല്ലെ പോകുന്നതിനിടയ്ക്ക് വിശ്വാമിത്രൻ ചിരിച്ചോണ്ട് കുട്ടികളോട് ചോദിച്ചു, രാമ, ലക്ഷ്മണ, നിങ്ങള് സുന്ദരന്മാരായിട്ടുള്ള കുട്ടികളാണ്. ഇതുവരെ നിങ്ങള് വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതൊന്നും അറിയാണ്ട് നിങ്ങൾ കൊട്ടാരത്തിൽ വളർന്നു വന്ന കുട്ടികളല്ലേ. എന്നാൽ ഇനി നമ്മൾ പോകുമ്പോ ഈ വനത്തിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോ ഈ കൊട്ടാരത്തിലെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വിശപ്പും ദാഹവും അറിയാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഞാന് ഒരു വിദ്യ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ബല, അതിബല എന്നുള്ള 2 മന്ത്രങ്ങളെ ഈ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുത്തു. ഈ ദേവനിർമ്മിതമായിട്ടുള്ള ഈ വിദ്യകൾ ആ കുട്ടികള് പഠിച്ചു. അതിനുശേഷം ആ ഗംഗാ നദിയെ കടന്നു. അടുത്ത ഭാഗം നമുക്ക് താടകാവനത്തിലേക്കാണ് കടക്കാനുള്ളത്. അത് അടുത്ത ദിവസം നോക്കാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.
വീരാഞ്ജനേയ സ്വാമിക്ക് ജയ്.